ഐക്കോണിക് ആയിട്ടുള്ള ഒരു വേറൊരു നിക്കർ പോസ്റ്റ് അതായത് പരുന്തിന്റെ ഫോട്ടോ. ആ പരുന്തിന് ഒരു വൻ കഥയുണ്ട്. അതിന്റെ പുറകില് ആ പരുന്ത് ആക്ച്വലി തോട്ട് പ്രോസസ് ആണ് എനിക്ക് അറിയേണ്ടത്. ഈ പരുന്ത് പുറമേക്ക് ആ ഫോട്ടോ നമ്മുടെ ഇന്റർവ്യൂവിന്റെ സൈഡിൽ ഇങ്ങനെ കാണിക്കും. പരുന്ത് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ആ പരുന്തിന്റെ കഥ ഞാൻ പറയാം. ശരിക്കും ആ പരുന്ത് അവിടെ ഇല്ല. ആ പരുന്ത് നമ്മൾ ഫോട്ടോഷോപ്പ് ചെയ്ത് വെച്ചേക്കണേണ്. കാര്യം പറയട്ടെ, കാരണം പരുന്ത് ഇല്ലാത്തപ്പോൾ ഒരുപാട് സാധനങ്ങൾ പ്രത്യക്ഷപ്പെട്ട് കണ്ടു. അപ്പൊ ഇവള് പറഞ്ഞു ഇത് നമുക്ക് ഇടാൻ പറ്റൂല. കൊറേ ചോദിച്ചു നോക്കിയിട്ട് ഇതിട്ടോട്ടെ ഞാൻ പറഞ്ഞു മിണ്ടി പോവരുത്, ഇൻസ്റ്റാഗ്രാം അന്ന് അടയ്ക്കും ഞാൻ പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞ് ഇത് എങ്ങനെയെങ്കിലും നീ മറച്ചേ പറ്റൂ. അങ്ങനെയാണ് ആ പരുന്തിനെ അവിടെ വെക്കുന്നത്. ആക്ച്വലി പലരും ചോദിച്ചു നമ്മളോട്, മെസ്സേജ് അയച്ചു ചോദിച്ചു ഈ പരുന്തിന്റെ ജെട്ടി എവിടുന്ന മാറ്റി, ഇതിന്റെ ലിങ്ക് അയച്ചു തരാമോ. അവരറിയുന്നില്ലല്ലോ നമ്മൾ ഇത് എഡിറ്റ് ചെയ്ത് വെച്ചേക്കണേന്ന്. അതാണ് അതിന്റെ പറയാൻ നാണം മറക്കാൻ വെച്ചതാണ്. കുറച്ചധികം നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം റീലുകൾ ആസ്പദമാക്കിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഈ ഏത് പോയിന്റ് വെച്ചിട്ടാണ് എനിക്ക് മുട്ടയും പാലും പഴവും മനസ്സിലാവുന്നുണ്ട് റീലിന്റെ ഐഡിയേഷൻ? ആക്ച്വലി ചിലതൊക്കെ നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ ആൾക്കാർ അതിൽ നിന്ന് കണ്ടുപിടിച്ച് ഈ മുട്ടയും പാലും പഴവും കണ്ടുപിടിക്കും എന്നുള്ളതാണ്. അത് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ഡബിൾ മീനിങ് ഉള്ള 1-2 റീലൊക്കെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് ഈ കമന്റ് ബോക്സ് വായിക്കാനൊരു ഭയങ്കര താല്പര്യമാണ്. അപ്പൊ റിപ്ലൈസും കണ്ടപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി ആഹാ ഇത് കൊള്ളാലോ. പിന്നെ സ്ഥിരം പഴവും പാലും മുട്ടയാണ് അതിനകത്ത്. അതല്ല ഒരു റീലിനകത്ത് ഞാൻ പറഞ്ഞത് ഫുൾ പച്ചക്കറി കടയാണ് അതിനകത്ത്. ബ്രിഞ്ചോള്, ടൊമാറ്റോ, പീച്ച്, അത് എല്ലാം നിരത്തി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഒരു ഫ്രൂട്ട് സ്റ്റാൾ, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഫ്രൂട്ട് സ്റ്റാളില്ലേ അത് മാതിരിയാണ്. ഈ നമ്മൾ റിപ്ലൈ ഇടാൻ നോക്കുമ്പോൾ ടെരിയുടെ ഐക്കോൺസ് എല്ലാം ഇതാണ്. ബ്രിഞ്ചോള്, പീച്ച്, ടൊമാറ്റോ, ആപ്പിള്, ഇങ്ങനെ ഫ്രൂട്ട്സ് ആണ് മെയിൻ ഒരു ഐറ്റം. അതാണ് നമ്മുടെ ഒരു ഏരിയ ഓഫ് എക്സ്പെർട്ടീസ് അതാണ്. അപ്പൊ ആ റീല് നമ്മൾ ഇറക്കിയ സമയത്ത് അടുത്ത ദിവസം പറയുന്നത് എനിക്ക് ഈ ഇമോജി ഇട്ട് മടുത്തു. അതൊക്കെ ഞാൻ പറയൂ കേട്ടോ, നമുക്കിനി ചിലപ്പോൾ ഒന്ന് മാറ്റി പിടിക്കാം. ഞാൻ ബോറടിച്ചു തുടങ്ങി എന്ന് പറഞ്ഞാൽ കാരണം നമ്മൾ ഒന്നും ഉദ്ദേശിക്കാത്തതിനകത്തും ചിലപ്പോൾ ആൾക്കാർ ഈ മുട്ടയും പഴവും പാലും ഈ ഫ്രൂട്ട്സും കണ്ടുപിടിക്കും എന്നുള്ളതാണ്. അപ്പം നമുക്കിനി ഒരു മൂവി റിയല് ചെയ്യാം. അങ്ങനെയാണ് ഈ ഇടയ്ക്ക് നമ്മൾ ദാസനും വിജയനും ചെയ്തത്. അതിനകത്ത് ആർക്കും മുട്ടയും പാലും അതിലും ആരോ കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. അതിനകത്ത് നിക്കറാണോ ഇട്ടിരിക്കണേ, അതിനകത്ത് വീണ്ടും മുട്ട കണ്ടുപിടിച്ചു ആൾക്കാര്. അത് ഇപ്പൊ നമ്മള് കോട്ടിലെല്ലാരും പാന്റാണല്ലോ ഇടുന്നത്. ഒരു വെറൈറ്റി വേണ്ടേ? മറ്റൊരു പ്രിങ്കിൾസിന് ഇങ്ങനെ ഒരു സാധ്യത ഇവന്റെ ചോദ്യങ്ങളൊന്നും ശരിയല്ല. നമ്മുടെ സത്യങ്ങളൊക്കെ വെളിയിൽ വരുന്നു. ഈ പ്രിങ്കിൾസ് പക്ഷേ ആക്ച്വലി നമ്മൾ വേറൊരു ഇംഗ്ലീഷ് റീലിൽ നിന്ന് ഇൻസ്പിറേഷൻ കിട്ടിയതാണ് നമുക്ക്. നമ്മളൊരു ഓൾമോസ്റ്റ് സിമിലർ വേർഷൻ ഒരെണ്ണം കണ്ടിരുന്നു. പിന്നെ അതിനകത്ത് നമ്മുടെ ഭാഗം മസാലയൊക്കെ ആഡ് ചെയ്തു. തീർച്ചയായിട്ടും ഇതൊക്കെ നമുക്ക് വളരെ നല്ല നല്ല അനുഭവങ്ങളാണ് നമുക്ക്. തീർച്ചയായിട്ടും അത് പിന്നെ ഫ്രിങ്കിൾസിന്റെ സെയിൽ എന്തോരം കൂടിയെന്നറിയോ? പ്രിങ്കിൾസ് കമ്പനിക്കാരെ നമ്മളോട് താങ്ക്സ് പറഞ്ഞു. നാട്ടില് പ്രിങ്കിൾസിന് പിന്നെ ഭയങ്കര സെയിലായിരുന്നു. അത് ഞാൻ ബുദ്ധിയെ കുറിച്ചോ നീ ജോലിയെ പറ്റിയാണോ ചോദിച്ചത് അതോ കോമസണിനെ പറ്റിയാണോ ചോദിച്ചത്? ടെനിയുടെ പോസിറ്റിവിറ്റി ഇല്ല, രണ്ടും ഒന്നാണല്ലോ. അതെ, ടെനിയുടെ പോസിറ്റിവിറ്റി അതിപ്പോ എന്ത് നെഗറ്റീവ് വന്നാലും അതിലും ഒരു പോസിറ്റിവിറ്റി കണ്ടുപിടിക്കും എന്നുള്ളതുണ്ട്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു നെഗറ്റീവ് കമന്റ് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഞാൻ അത് ആ രീതിയിലാണ് കാണണമെങ്കിൽ പുള്ളി അത് ചോദിക്കും ഇനി നീ അത് ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി ഇത് ഇങ്ങനെയല്ലേ. അപ്പം ഞാൻ അത് നേരാണല്ലോ. അത് ഒരു കമന്റബിൾ ആണ്. ജിയുടെ ടാലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒന്നിൽ പ്രൊഫഷണലിയും പേഴ്സണലിയും ഉണ്ട്. പേഴ്സണലി ഇവളുടെ ടാലന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പം സോഷ്യൽ മീഡിയ അപേക്ഷിച്ചാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവളുടെ ഒരു ടൈമിങ്, ഹ്യൂമർ ടൈമിങ് ഭയങ്കര കിടിലമാണ്. അപ്പോൾ അത് നമ്മൾ റീൽസ് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിലും എനിക്ക് ആക്ടിങ് കുറച്ചൊക്കെ ട്രൈ ഔട്ട് ചെയ്യണം. പക്ഷേ ഇവക്ക് ആ പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വരും, നല്ല ടൈമിങ്ങും ഹ്യൂമറൊക്കെ വരും. പിന്നെ പ്രൊഫഷണൽ ലൈഫിൽ അവളുടെ ഷീ ഈസ് വെരി ഗുഡ് അറ്റ് വാട്ട് ഷീ ഡസ് ആസ് എ ഡാൻസർ.
അപ്പൊ അതിനകത്ത് ഈ ഉമ്മറായിട്ടാണ് എന്താ ചെയ്തത്, അതിനകത്ത് വയറിന്റെ ഒരു പിടിയുണ്ട്. അത് സാധാരണ പിടിക്കുന്ന പിടിയല്ല. ആ പിടി ഞാൻ പിടിപ്പിച്ചാണ്. ഞാൻ പറയും എടി നീ നല്ലോണം പിടിക്കുക. ഞാൻ എപ്പോഴും പറയും റീൽസിലേക്ക് തക്കുള്ളൂ അത്ര ആയിക്കഴിഞ്ഞാൽ ആൾക്കാർ പിന്നെ ഇത് ഇവിടെ ഇട്ട് അമ്മാനെ ആട് അതിന് വലിയ നീ അങ്ങ് പിടിക്കേ. പക്ഷെ എനിക്ക് അങ്ങനത്തെ റോൾസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ അത് അല്ലെങ്കിൽ ജഗതിയുടെ കോമഡി റോൾസ്, അല്ലെങ്കിൽ ഇടയ്ക്ക് ഏത് ദാസനും വിജയനും, അതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഐ ഫീൽ ലൈക്ക് ഐ എം ദ ഹാപ്പിയസ്റ്റ് അങ്ങനത്തെ റീൽസ് ചെയ്യാനായിട്ട്. എനിക്ക് ആ കോമഡി ഭയങ്കര ഇഷ്ടമാണ്. അതും ഇതേപോലെ തന്നെ ഇത് ഞാൻ നോക്കിയപ്പോൾ ഒന്നാമത് തക്കോട്ട് നല്ല സെക്സിക്ക് ആയിട്ട് വയറൊക്കെ കാണിച്ച് പുള്ളി അന്നുള്ള വാട്ടർ ബലൂണൊക്കെ ഫിറ്റ് ചെയ്ത് ഭയങ്കര ഒരുക്കായിരുന്നു. ഒരു പിന്ന് വെച്ച് കുത്തി അവിടെ തീരുമായിരുന്നു. അത് പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പം ഇവക്കൊരു ഈ നല്ല ഫിസിക് ഉണ്ടല്ലോ, പിന്നെ ഇങ്ങനെ വയറിലാ മടക്കി വരുത്തിച്ചത്, അതൊരു കാര്യം എങ്ങനെയാന്ന് പറഞ്ഞത്. അത് നമ്മൾ നിൽക്കുന്ന ഒരു ആംഗിളൊക്കെ അല്ലേ, ക്യാരക്ടറിലൊക്കെ ആകുമ്പോ വയറൊക്കെ ചാടും. ഇപ്പൊ മടക്കാണ് ഇഷ്ടം. അവൻ ആ മടക്കിലാണ് ഫോക്കസ് ചെയ്തത്. അവന് പിടിയും മടക്ക് വെറുതെ അല്ല റീല് 1 ബില്യൺ ആയിരുന്നു. അത് ഞാൻ വേറെ ഏതോ റീൽ നമ്മൾ ഇട്ടിരുന്നു, രാത്രി കാലങ്ങളിൽ പെട്ടെന്ന് കയറി പോകുന്നു പറഞ്ഞിട്ട് റീല്. അതെ അത് തന്നെ ഞങ്ങളത് ആ മൊമെന്റിൽ നാച്ചുറലി നമ്മൾ ഒബ്വിയസ്ലി വെക്കേഷനിലായിരുന്നു, പിള്ളേർ കൂടെ ഇല്ല, നമ്മൾ ക്യാമറ അവിടെ വെച്ചു, നമ്മളൊരു വൈനൊക്കെ അടിച്ച് അവിടെ നാച്ചുറലി ചെയ്തൊരു സംഭവമാണ് അത്. പക്ഷേ ഇട്ട് ഈ പറഞ്ഞ നേരം കൊണ്ട് അത് രാത്രിയിലാണ് പെട്ടെന്ന്, നാട്ടിലത്തെ രാത്രി സമയത്ത്. അപ്പം നമ്മൾ വെച്ചു നാട്ടിലെ രാത്രി ഏത് റീല് പെട്ടെന്ന് കയറി പോയല്ലോ എന്ന്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാച്ചുറൽ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് കുറച്ചൊരു ഒരു വിശ്വസീയം അല്ല അത്. കാരണം നമ്മളിപ്പം ഇതിനു വേണ്ടി ഷൂട്ട് ചെയ്യുന്ന അല്ലേന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട്. പക്ഷെ ജനറലി നമ്മൾ അറ്റ്ലീസ്റ്റ് ഞാൻ ഭയങ്കര എക്സ്പ്രസ് ഇങ്ങനത്തെ ഈ റൊമാൻസ് പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പരിപാടികൾ നമ്മുടെ ലൈഫിൽ ഒരുപാടുണ്ട്. ചിലത് നമ്മൾ പകർത്തും, ചിലത് പകർത്തില്ല. മിക്കവാറും ഇവൻ നമ്മുടെ നെയ്ബറായി വരുവാണ്. പുള്ളി ഉടനെ ഒരു അമേരിക്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് മെഡിക്കൽ സ്കൂളിൽ പഠിക്കുന്ന എൻ്റെ കൂട്ടർക്ക് പറയുക, നിന്റെ വീട്ടിൻ്റെ അപ്പുറത്തെ വീട്ടിലായിരിക്കും ഞാൻ താമസിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട്. Kerala-Matrimony.com. ശരിക്കും ആൾക്കാർ എപ്പോഴും ചോദിക്കില്ല മാരേജ് ആണോ, നമ്മള് അറേഞ്ച് എന്ന് പറയുമ്പോൾ കുറച്ച് അവരെല്ലാരും സർപ്രൈസ്ഡ് ആണ്. ഇവിടെ പറയും ഇത്രയും നമുക്ക് ഉമ്മ വെക്കണം. ഞാൻ പറഞ്ഞ ഇതാ ഇങ്ങനെയാണ്, ഞാൻ നിനക്ക് വേണമെങ്കിൽ മതി. ടെരി ഭയങ്കര പബ്ലിക് ഡിസ്പ്ലേ ഓഫ് അഫെക്ഷൻ ഉള്ള ആളാണ്. ഞാൻ കുറച്ചുകൂടി ഒന്ന് വലിയും. പക്ഷെ ടെരിയുടെ കൂടെ കൂടി ഇപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു അലമ്പായി മാറി. ഞാനും അലമ്പിന്റെ അല്ല, അങ്ങനത്തെ ഐ ലൈക്ക് ദാറ്റ്. എനിക്ക് എൻ്റെ ഒരു ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഇവൻ നോക്കിയോ എന്ന് ഞാൻ ശ്രദ്ധിക്കാറില്ല. കോഫി കുടിച്ചിരുന്നിട്ടേ നിങ്ങളുടെ പണ്ടത്തെ പ്രേമങ്ങളെ പറ്റിയിട്ടും നിങ്ങളുടെ പണ്ടത്തെ പറയാ അബദ്ധങ്ങളെ പറ്റിയിട്ടൊക്കെ പറയുന്ന ഒരു റീലുണ്ട്. ഭയങ്കര അതുപോലെ നാച്ചുറൽ ആയിട്ട് നിങ്ങൾ എടുത്ത് പറയണ പോലെ. അത് ശരിക്കും റീലിലെ കണ്ടതാണോ അതോ ലൈഫിലെ കണ്ടതാണോ? ലൈഫ് മോസ്റ്റ് ഓഫ് ദ നമ്മുടെ റീലിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിക്കും ലൈഫിലുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസസ് ആണ്. നമ്മൾ നാച്ചുറലി കോൺവെർസേഷൻ ആണ് മോസ്റ്റ് ഓഫ് ദ റീൽസിൽ നമ്മുടെ. ഇപ്പൊ ഈ പറഞ്ഞ ആ ബീച്ചിൽ കിടന്നുകൊണ്ട് മറ്റേ ഈ പഴക്കട ആ സംഭവം ഉണ്ടല്ലോ, അതും ശരിക്കും പ്ലാൻഡ് അല്ല. നമ്മൾ ബീച്ചിൽ കിടന്നു, ആരോ എന്തോ മെസ്സേജ് അയച്ചതിന് ഞാൻ ടെനിയുടെ ഫോൺ എടുത്ത് റിപ്ലൈ ചെയ്യാൻ നോക്കിയപ്പോഴാണ് കാണുന്നത് അതിനകത്ത് ഫുൾ വരുന്ന ഇമോജികൾ ഇതാണ്. എന്നതിനകത്ത് ആദ്യം തന്നെ വല്ല ബട്ടർഫ്ലൈ, സൂര്യൻ, അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ. ഇവന്റെ ആദ്യം കാണിക്കുന്ന ഡിസ്പ്ലേ ഫുള്ള് ഈ പഴക്കടയാണ്. അപ്പം ഞാൻ പറഞ്ഞ നാച്ചുറൽ ഡയലോഗാണ്. അപ്പം നമ്മൾ തോന്നി ഇത് റീലാക്കാലോ. അപ്പം പെട്ടെന്ന് കയ്യിൽ തന്നെ ഫോൺ പിടിച്ചിട്ട് അതങ്ങ് ഇട്ടതാണ് ആ റീല്.